മൈലാപ്പൂർ സ്വദേശി സെയ്തലിയുടെ 1.5 പവന്റെ സ്വർണമാലയും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടതായി കൊട്ടിയം പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ മൊബൈൽ കുറ്റിച്ചിറ ഭാഗത്തുണ്ടെന്ന് മനസ്സിലായി. ഇതേ തുടർന്ന് കൊട്ടിയം SHO സുനിലിന്റെ നിർദ്ദേശപ്രകാരം SI സോമരാജ്, PC സന്തോഷ് എന്നിവർ ലൊക്കേഷൻ കണ്ട സ്ഥലത്തെത്തുകയും ഉമയനല്ലൂർ കുന്നുംപുറത്ത് വീട്ടിൽ ബിജുവിന്റെ മകൻ ഗോകുലിനെ കസ്റ്റഡിയിലെടുത്ത് കയ്യാമം വയ്ക്കുകയും ചെയ്തു. അതേസമയം ഗോകുൽ അക്രമാസക്തനാവുകയും സന്തോഷിനെയും സോമരാജിനെയും ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ അക്രമാസക്തനായ ഗോകുലിനെ പോലീസുകാർ കീഴ്പ്പെടുത്തി സ്റ്റേഷനിൽ എത്തിച്ചു. തുടർന്ന് ഇവർ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സാരമായി പരിക്കേറ്റ ഇവർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. പ്രതി ഗോകുൽ മയക്കുമരുന്നിന് അടിമയാണെന്ന് പോലീസ് പറഞ്ഞു. സംഭവം നടന്നത് കുണ്ടറ പോലീസ് സ്റ്റേഷൻ അതിർത്തിയായതിനാൽ കുണ്ടറ SHO രാജേഷ് കൊട്ടിയം സ്റ്റേഷനിലെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വിശദമായി ചോദ്യം ചെയ്തതിനെ തുടർന്ന് കൊലപാതക ശ്രമത്തിനാണ് കേസെടുത്തത്. നാളെ വൈകിട്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ന്യൂസ് ഡെസ്ക് കേരള ടുഡേ. പെട്ടെന്ന് ഈ ഫോണിൻ്റെ ലൊക്കേഷൻ എടുത്ത് പല ഭാഗങ്ങളായിട്ട് തിരിഞ്ഞ് ഈ ലൊക്കേഷൻ വഴി പോയതാണ്. ഒരു വീട്ടിൻ്റെ ലൊക്കേഷൻ കിട്ടി, അടച്ചിട്ടൊരു വീട്. ആ ലൊക്കേഷനിൽ അപ്പോൾ ആരെയും കാണുന്നില്ല. തട്ടി വിളിച്ചപ്പോൾ എന്നാന്ന് കാണുന്നില്ല. ഇങ്ങനെ ഞങ്ങൾ പോലീസ് കൊണ്ടുവന്ന ഫോൺ ഇവിടെ ഉണ്ടെന്ന് കാര്യം എടുക്കാൻ പറഞ്ഞു. അകത്തോട്ട് കയറി കൂടി ഞങ്ങൾ പുറകെ കൂടെ കയറി. ഇപ്പോൾ റൂം അടയ്ക്കാൻ ശ്രമിക്കാൻ വേണ്ടി പിന്നെ എങ്ങനെ പിടിച്ചു കീഴ്പ്പെടുത്തി അവർ സ്റ്റേഷനിൽ വിളിച്ചു. ഡോക്ടർ എന്ത് പറഞ്ഞു? സ്റ്റിച്ച്